ഓരോ സിനിമകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും നിങ്ങളെ തന്നെ വിലയിരുത്താറുണ്ടോ? ഓരോ ഷോട്ടും കഴിയുമ്പോൾ വിലയിരുത്താറുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാർ വിലയിരുത്തും. തമാശ. അത് കിട്ടിയോ മോനെ? വൈറൽ. ഈ സിനിമ ചെയ്യുമ്പോൾ ഇതേ ചിന്തയോട് കൂടി തന്നെയാണോ? അതെ. അപ്പൊ ഇതിന്റെ മൂഡ് വന്നില്ലല്ലോ. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഓരോ ഷോട്ട് കഴിയുമ്പോഴും അയാൾക്ക് ഈ പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് ഇല്ലേ? ആ പറഞ്ഞ് നിർവിക അല്ലെങ്കിൽ നാട്ടുകാര് വലിയ അത് പടക്കുതിരയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ആത്മകഥമായിരുന്നു. ഞാൻ ഓർത്തു. അതെ, അത് വളരെ വലിയ സത്യമാണ്. അത് നമ്മൾ സേഫ് ആക്കും. ഇതുപോലെ കൗണ്ടേഴ്സ് അടിക്കുന്ന സാർ ഓഫ് കോഴ്സ് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കാണാത്ത രഞ്ജിത്ത് പണിക്കർ സാർ, നിങ്ങൾ കാണാത്തല്ല, മനസ്സിലാക്കാത്ത. ഈ ക്യാരക്ടർ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ പറയുന്ന അല്ല. നമ്മൾ പതിവായി നമ്മുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, സാറിന്റെ സിനിമകളിലൂടെ നമുക്ക് കിട്ടിയ ഇമേജ്. വ്യക്തിപരമായി ഇപ്പൊ നമുക്ക് ആർക്കും അറിയില്ല. സിനിമകളിൽ കിട്ടിയ ഇമേജിൽ നിന്ന് വ്യത്യാസമുള്ളൊരു ഇമേജാണ്. പടക്കുതിര സാറാണ് എഴുതുന്നെങ്കിൽ അതെങ്ങനെയായിരിക്കും? സാർ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഇവര് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സാറിന് ഭയങ്കര ആഗ്രഹം പറഞ്ഞു സലോൺ സാറ്. ഈ രഞ്ജി സാറിന്റെ ഒരു 2 ലൈൻ വേണം. മാസല്ല, 2 ഡയലോഗ് വേണം സാറിന്റെ രീതിക്ക്. അപ്പം ദീപു, റൈറ്റർ ദീപുവും സാറും കൂടെ പറഞ്ഞു. അങ്ങനെ അത് ഞങ്ങളുടെ കൊതി കാരണം സംഭവിച്ചു. എങ്കിലും ഈ സിനിമ എത്തരത്തിലൊരു സിനിമയാ? ഇപ്പം ഈ കാസ്റ്റിംഗ് സമയത്ത് ഇപ്പൊ ഒരു കോമഡി സിനിമയാണ്, പക്ക ഒരു കോമഡി ഒന്നും എടുത്തു പറയില്ല. കാരണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ബ്ലാസ്റ്റ് പ്രതീക്ഷിക്കും. അത് ഞങ്ങൾക്ക് വേണ്ട. മുൻവിധികളില്ലാതെ ഇതിന്റെ ടീസർ എന്താണോ കാണിക്കുന്നത് അത് കണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ പ്രതീക്ഷയിൽ വന്നാൽ മതി. ഇപ്പം സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് കുറച്ച് നല്ല സിനിമയാണ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂ ഇരുന്ന് സംസാരിക്കുമല്ലോ, അത് പലപ്പോഴും അതൊരു സിനിമ റിലീസ് ആയതിനു ശേഷം അത്ര പറയണ്ടായിരുന്നു, ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ?